ഈ തടിയൊന്ന് കുറയാൻ എന്താ ചെയ്യാന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തരണം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ചായയും കടി ഉണ്ടാക്കുകയാണ്. ഗോതമ്പ് ദോശയാണ് കേട്ടോ. കുട്ടികൾക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. ചായ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പോലെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് വെച്ചാൽ എനിക്ക് കുറേ സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഒരു പോകുമ്പോഴേക്ക് ഒരു വിധം ജോലികൾ ഞാൻ തീർത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ സായുവിനെ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാ സഞ്ജു എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് ഓനിങ്ങനെ അനങ്ങാതെ നിൽക്കണേ. ഭയങ്കര മടിയാണ് ഓന്. പിന്നെ അതാ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച കുറച്ച് പാത്രമൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി ഒതുക്കുകയാണ്. ഉള്ള പാത്രം വേഗം കഴുകി വെച്ചാൽ അതങ്ങോട്ട് കഴിയും. അല്ലെങ്കിൽ പിന്നെ അത് ഒരു കൂടി കുറേ ആവും. അപ്പോഴേക്കും അതൊരു മടിയാവും. അപ്പം ഞാൻ ഉള്ളത് വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിലും വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വയറൊക്കെ ശ്രദ്ധിക്കണം. കയ്യിൻ്റെ പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ വയറൊന്നും തീരെ കുറഞ്ഞിട്ടില്ല. വയറും തടിയൊന്നും കുറഞ്ഞിട്ടില്ല. സിസേറിയൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സസൈസ് ചെയ്തിട്ട് വയറ് കുറയ്ക്കാനും കഴിയുന്നില്ല കേട്ടോ. കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ വയറിനൊക്കെ ഭയങ്കര വേദന വരികയാണ്, സ്റ്റിച്ചിൻ്റെ ഭാഗത്തും. പിന്നെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കുമല്ലോ, അവിടെയൊക്കെ ഭയങ്കര ഒരു വലിവും വേദനയും വരികയാണ്. അല്ലെങ്കിൽ ഈ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഊരൊന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോൾ പൊന്താതായിട്ടുണ്ട്. വയസ്സായില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇതാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ തീറ്റി കുറച്ചിട്ട് തടി കുറയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭക്ഷണം കുറച്ചപ്പോൾ പാല് കുറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായി. ഇനി ഏതായാലും സായുവിന് 2 വയസ്സൊക്കെ ആയിട്ട് പാലുകൂടിയൊക്കെ നിർത്തിയിട്ട് പൊതുവെ എൻ്റെ പണ്ടത്തെ ഒരു തടിയുണ്ട്, ആ തടി ആക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെയൊക്കെ അടിച്ചു വരി വൃത്തിയൊക്കെയാണ്. ഈ ജനലുമുള്ള തുണികളൊന്നും കാര്യമാക്കണ്ട കേട്ടോ. മഴക്കാലമായ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നത്. ഇന്നൊരു വെയിലുണ്ട്, അപ്പോൾ ഇതെല്ലാം ഉണക്കി എടുത്ത് വെക്കണം. രാവിലെ കുളി കഴിഞ്ഞ് തലയിൽ കെട്ടി വെച്ച തോർത്ത് അഴിച്ചിടാൻ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അത് ഓർമ്മ വന്നത്. സഞ്ജുട്ടതാ അവിടെ എന്തെല്ലോ കോമാളി കാണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ജനലിലുള്ള എല്ലാ തുണികളും വെയിൽ കണ്ടപ്പോൾ വെയിലത്തേക്ക് എടുത്തിടാൻ നിൽക്കുകയാണ്. എന്നും ഇങ്ങനെ ഉണങ്ങാത്ത തുണികൾ കൊണ്ടുപോയി തോരട്ട് ജനൽ കമ്പിയിലിട്ടിട്ട് നിറയെ തുണികളായിട്ടുണ്ട് കേട്ടോ. ഒരു മഴ ഒന്ന് ചോർന്ന് കിട്ടിയെങ്കിലല്ലേ തോരയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം അടിച്ചു വരുന്നതൊക്കെ അവിടെ വെച്ചിട്ട് തുണികൾ കൊണ്ടിടാൻ പോവുകയാണ്. എത്ര നേരം വെയിലുണ്ടാവുകയെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ മുന്നേ വേഗം ഇട്ട് ഉണക്കാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തുണികളൊക്കെ എടുത്തിട്ട് വെയിലത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് ഇട്ട് തിരിയുമ്പോഴേക്ക് ചിലപ്പോൾ മഴ പെയ്യും. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ലേ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഉച്ച വരെയൊക്കെ വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇട്ട തുണികളൊക്കെ ഉണങ്ങി കിട്ടണം അതുവരെ വെയിലുണ്ടായിരുന്നു. 3 ആളും ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ഇങ്ങനെ തോരട്ട് കഴിയുമ്പോൾ വരിക്ക് നിക്കറുകൾ കാണുമ്പോൾ ഒരു രസമാണ് കേട്ടോ കാണാൻ. അതിൻ്റെ ഇടയിലൊരു ഉടുപ്പും കൂടെ തോരട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും കേട്ടോ ചിലപ്പോൾ. പിന്നെ അതാ ഞാൻ ഗ്യാസും കുറ്റി ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഈ കാണുന്ന വീടില്ലേ, ഈ വീട്ടിൽ നിന്ന് താത്താൻ്റെ ഗ്യാസും കുറ്റിയാണിത് കേട്ടോ. എൻ്റെ ഗ്യാസും കുറ്റി കഴിയാനായപ്പോൾ ഞാൻ ആ താത്താൻ്റെ കാലിക്കുറ്റിയിൽ ഗ്യാസ് നിറച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഈ താത്താക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് പോലെ ഗ്യാസ് വണ്ടി വരും, അപ്പോൾ അവർക്ക് നിറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഈ മുടിയിൽ തോർത്ത് ഇങ്ങനെ കെട്ടി വെച്ച ഓർമ്മ വരുന്നത്. അപ്പോൾ അതൊക്കെ വേഗം അഴിച്ച് തലയൊക്കെ തോർത്തിയിട്ട് മിറ്റടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, എൻ്റെ വയറൊക്കെ ഇങ്ങനെ കാണുമ്പോഴേക്കും എന്തോ പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോഴാണ് ഞാൻ ഇത്രയും തടി ഉണ്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എങ്ങനെയാണ് സിസേറിയൻ കഴിഞ്ഞിട്ട് തടി കുറച്ചതെന്ന് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഒരു സ്കൂൾ പോകാനാകുമ്പോഴത്തേക്കും ഞാനിതാ കുറച്ച് പണികളൊക്കെ വേഗം കഴിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും.